നിങ്ങൾ ഇന്ന് കുടിച്ച ഒരു കപ്പ് ചായയിലോ കഴിച്ച ഒരു ബിസ്ക്കറ്റിലോ ഉള്ളത് വെറും ഒരു മധുരമല്ല. നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെ സാവധാനം നശിപ്പിക്കുന്ന, മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന ഒരു ലഹരി മരുന്നാണ്. പഞ്ചസാര ഉപേക്ഷിച്ചാൽ ആദ്യ 3 ദിവസം നിങ്ങളുടെ ശരീരം ഒരു നരകം പോലെ അനുഭവപ്പെടും. പക്ഷേ 30-ാം ദിവസം നിങ്ങൾ കണ്ണാടിയിൽ നോക്കി കാണുന്നത് പുതിയൊരു മനുഷ്യനെ ആയിരിക്കും. ബുദ്ധൻ പറഞ്ഞ ആ ആത്മീയ ഉണർവ് നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണെന്ന് അറിയണോ? നമുക്ക് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം തൃഷ്ണ അഥവാ ആസക്തിയാണ്. ഇന്ന് നമ്മൾ രോഗികളാകുന്നു ആസക്തി കൊണ്ടാണ്. നമ്മളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആ വെളുത്ത വിഷം അല്ലെങ്കിൽ പഞ്ചസാര. നിങ്ങളുടെ നാവിലെ രുചിയെ തോൽപ്പിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? 1 മാസത്തെ ഈ യാത്ര നിങ്ങളുടെ ഒരു പുതിയ ബുദ്ധിമാനുള്ളവനും അറിവുള്ളവനും ആരോഗ്യമുള്ളവനുമാക്കി മാറ്റുന്നു. ആ മാറ്റത്തിൻ്റെ ശാസ്ത്രവും ആത്മീയതയും നമുക്ക് ഇന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാം. എപ്പോഴും ക്ഷീണം തോന്നാറുണ്ടോ? എത്ര ഉറങ്ങിയാലും ഉന്മേഷം കിട്ടുന്നില്ലേ? കാരണമില്ലാതെ ദേഷ്യം വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിയാതെ ഒരു വലിയ കെണിയിൽ വീണിരിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മധുരമുള്ള കെണി. അടുത്ത 30 ദിവസം മധുരം പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് മുതൽ ചിന്തകൾ വരെ എങ്ങനെ മാറുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ആധുനിക വൈദ്യശാസ്ത്രവും പുരാതന ബുദ്ധിസന്നവും ഒത്തുചേർന്നിട്ടുള്ള ഈ വിവരണം നിങ്ങളുടെ ആയുസ് 10 വർഷം വർദ്ധിപ്പിക്കും. നമുക്ക് തുടങ്ങാം അത് എങ്ങനെയാണെന്ന്. നമ്മൾ അറിയാതെ തന്നെ ഭക്ഷണത്തിലൂടെ എത്രത്തോളം പഞ്ചസാര ഉള്ളിലെത്തുന്നു. അത് സോഫ്റ്റ് ഡ്രിങ്കിൽ കൂടെയും ഫുഡിൽ കൂടെയും പ്രോസസ്ഡ് ഫുഡിൽ കൂടെയൊക്കെ ആവും. പഞ്ചസാര ഒരു ലഹരിയാണ്. പഞ്ചസാര തലച്ചോറിലെ ഡോപ്പമിൻ ഉൽപ്പാദനം കൂട്ടി നമ്മളെ എങ്ങനെ അടിമയാക്കുന്നു? നമുക്ക് നോക്കാം. നമുക്ക് മാനസികമായും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ. ആദ്യത്തെ 3 ദിവസം, അതായത് കുറേ വെല്ലുവിളികളുണ്ടാവും. അതാണ് വിത്ഡ്രോവൽ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ വിത്ഡ്രോവൽ സിംറ്റംസ്. തലവേദന, ക്ഷീണം, ദേഷ്യം, മധുരം കഴിക്കാനുള്ള കടുത്ത ആഗ്രഹം, അതായത് ക്രേവിങ്സ്. ഇനി നമുക്ക് ശരീരത്തിലെ മാറ്റം നോക്കാം. ഇൻസുലിൻ്റെ അളവ് കുറയാൻ തുടങ്ങുന്നു. ശരീരം ഗ്ലൂക്കോസിന് പകരം സംഭരിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പ് ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്നു. ഇതിനെന്താണ് നമ്മൾ പ്രതിവിധി ചെയ്യേണ്ടത്? ധാരാളം വെള്ളം കുടിക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇനി 1-ാമത്തെ ആഴ്ച നമുക്ക് നോക്കാം. വീക്കം കുറയുന്നു, അതായത് ഇൻഫ്ലമേഷൻ കുറയുന്നു. സന്ധിവേദന, മുഖക്കുരു എന്നിവ കുറയാൻ തുടങ്ങുന്നു. വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന തളർച്ച മാറുന്നു. പകൽ മുഴുവൻ ഒരുപോലെ ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നു. അതുപോലെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ആ മടി മാറുന്നു. ഇനി നമുക്ക് 2-ാമത്തെ ആഴ്ചയും 3-ാമത്തെ ആഴ്ചയിലുള്ള ആന്തരിക മാറ്റങ്ങൾ നോക്കാം. രക്തസമ്മർദ്ദം അഥവാ BP നിയന്ത്രണ വിധേയമാകുന്നു. ചീത്ത കൊളസ്ട്രോൾ കുറയുന്നു. അതുപോലെ കരളിൻ്റെ ആരോഗ്യം. ഫാറ്റി ലിവർ ഉള്ളവർക്ക് വലിയ മാറ്റങ്ങൾ പ്രകടമാകുന്ന സമയമാണ്. വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയാൻ തുടങ്ങുന്നു. നാക്കിൻ്റെ രുചിമുകുളങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആകുന്നു. പഴങ്ങളിലെ സ്വാഭാവിക മധുരം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. ഇനി നമുക്ക് 4-ാമത്തെ ആഴ്ചയിൽ നോക്കാം. ഏകാഗ്രത കൂടുതൽ കിട്ടുന്നു. ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നു. മാനസികമായ വ്യക്തത ഉണ്ടാകുന്നു, അതായത് മെൻ്റൽ ക്ലാരിറ്റി. മുഖം കൂടുതൽ തിളക്കമുള്ളതാകുന്നു. ഇനി നമുക്ക് ബുദ്ധദർശനം നോക്കാം. ബുദ്ധൻ പഠിപ്പിച്ചത് ദുഃഖത്തിൻ്റെ കാരണമാണ്, അതായത് ആഗ്രഹം അമിതമായ ആസക്തിയാണ്. പഞ്ചസാരയുടെയുള്ള നമ്മുടെ ആസക്തി ഒരുതരം തൃഷ്ണതയാണ്. ഓരോ ചായയിലും ബിസ്ക്കറ്റിലും ശീതളപാനീയങ്ങളും നമ്മൾ അറിയാതെ പഞ്ചസാരയുടെ അടിമകളാകുന്നു. ഇത് നാവിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിലും ശരീരത്തെ നശിപ്പിക്കുന്നു. ഈ 30 ദിവസത്തെ യാത്ര വെറും ഒരു വണ്ണം കുറയ്ക്കലല്ല, മറിച്ച് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനമാണ്. ആദ്യത്തെ 3 ദിവസം ശരീരം പഞ്ചസാരയ്ക്കായി കീഴും. തലവേദനയും ദേഷ്യവും വരാം. ശരീരം തളരാതെ നോക്കണം. പഞ്ചസാരയ്ക്ക് പകരം പ്രകൃതിദത്തമായ പഴങ്ങൾ ഉപയോഗിക്കുക. പൂർണ്ണമായും പട്ടിണി കിടക്കലല്ല, മറിച്ച് ചീത്തയായതിനെ ഉപേക്ഷിക്കലാണ് ലക്ഷ്യം. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാൻ തുടങ്ങുന്നു. നിങ്ങളുടെ പാൻക്രിയാസ് വിശ്രമിക്കാൻ തുടങ്ങുന്നു. 8 മുതൽ 20 ദിവസം വരെ ആന്തരിക ശുദ്ധീകരണം നടക്കുന്നു. 2-ാമത്തെ ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു വ്യക്തത ലഭിക്കും. ഇതിനെ ബ്രെയിൻ ഫോഗ് നീക്കുമെന്ന് വേണം പറയാൻ. ബുദ്ധൻ പറഞ്ഞതുപോലെ തെളിഞ്ഞ മനസ്സ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. ശരീരത്തിലെ നീർക്കെട്ട് കുറയുന്നു. കരൾ അതിൻ്റെ ജോലി കൃത്യമായി ചെയ്തു തുടങ്ങുന്നു. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമാകുന്നു. ഓഫീസിലെ ജോലി ഭാരത്തിനിടയിലും നിങ്ങൾക്ക് അമിതമായി തളർച്ച അനുഭവപ്പെടില്ല. കോപ്പി കുടിച്ചാൽ കിട്ടുന്ന താൽക്കാലിക ഉന്മേഷത്തേക്കാൾ വലിയൊരു ഊർജം ശരീരത്തിന് ലഭിക്കുന്നു.
ആസക്തി നിന്ന് മോചനമുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മധുരം കാണുമ്പോൾ പഴയതുപോലെ കഴിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ നാവിനെ കീഴടക്കി കഴിഞ്ഞു. രക്തം ശുദ്ധമാകുന്നതോടെ മുഖത്ത് സ്വാഭാവികമായി തിളക്കം വരുന്നു. ബുദ്ധൻ്റെ മുഖത്തുള്ളതുപോലുള്ള ഒരു ശാന്തതയും പ്രസന്നതയും നിങ്ങളുടെ ലുക്കിലും പ്രകടമാകും. ടൈപ്പ് 2 പ്രമേഹം, അമിതവണ്ണം, ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള സാധ്യത പകുതിയായി കുറയുന്നു. ബുദ്ധൻ പഠിപ്പിച്ചത് ലോകത്തെല്ലാം നശ്വരമാണെന്നും പഞ്ചസാര നൽകുന്ന ആ ഷുഗർ ഹൈ വെറും 20 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നുമാണ്. അതിന് പിന്നാലെ വരുന്നത് വലിയ ക്ഷീണവും രോഗങ്ങളുമാണ്. സ്ട്രെസ്സ് വരുമ്പോൾ നമ്മളൊരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നു. അത് താൽക്കാലിക ആശ്വാസമെങ്കിലും ശരീരത്തെ കോർട്ടിസോൾ ഹോർമോണിനെ താളം തെറ്റിക്കുന്നു. 15-ാം ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കോശങ്ങൾ ഇൻസുലിനോട് നന്നായി പ്രതികരിക്കാൻ തുടങ്ങും. ഇതിനെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നു. ഇത് പ്രമേഹത്തെ പടിക്ക് പുറത്താക്കാൻ സഹായിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാം. അറിയാതെ കഴിക്കുന്നത്, TV കണ്ടോ ഫോൺ നോക്കിയോ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എത്ര മധുരം ഉള്ളിലെത്തിക്കുന്നെന്ന് അറിയുന്നില്ല. ഓരോ തുള്ളി ചായ കുടിക്കുമ്പോഴും അതിലെ മധുരം നാവിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കുക. മധുരം ഒഴിവാക്കിയ ചായയുടെ യഥാർത്ഥ കയ്പും മണവും ആസ്വദിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ നാട്ടിലെ ടേസ്റ്റ് ബഡ്സ് പുനർജീവിക്കപ്പെടും. സാധാരണ ഒരു ആപ്പിൾ കഴിച്ചാൽ പോലും അതിലെ സ്വാഭാവിക മധുരം നിങ്ങൾക്ക് വലിയൊരു അനുഭൂതിയായി മാറും. കൃത്രിമ മധുരത്തോടുള്ള വെറുപ്പ് നിങ്ങളിൽ ഉടലെടുക്കും. ശരീരം പോലെ തന്നെ മനസ്സിനും പഞ്ചസാര വരുത്തുന്ന വിനകൾ വിവരിക്കാം. ആശങ്കയും വിഷാദവും, അതായത് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം തലച്ചോറിലെ നീർക്കെട്ടിന് കാരണമാകുന്നു. ഇത് അനാവശ്യമായി പേടിക്കാനും മാനസിക വിഷമത്തിനും വഴിയൊരുക്കുന്നു. ബുദ്ധൻ പറഞ്ഞ നിസ്സംഗത അല്ലെങ്കിൽ ശാന്തത കൈവരിക്കാൻ പഞ്ചസാര ഉപേക്ഷിക്കുന്നത് സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിൽക്കുമ്പോൾ മനസ്സ് കൂടുതൽ ശാന്തമായിരിക്കും. 30 ദിവസം പൂർത്തിയാകുമ്പോൾ 3 മുതൽ 5 കിലോ വരെ ഭാരം സ്വാഭാവികമായി കുറയാം. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ പുറകിൽ സുക്രോസ്, ഫ്രക്ടോസ്, കോൺ സിറപ്പ് എന്ന് പല പേരുകളും പഞ്ചസാര ഒളിഞ്ഞിരിപ്പുണ്ട്. അവ തിരിച്ചറിയുക, പകരക്കാരെ കണ്ടെത്തുക. ശർക്കരയോ തേനോ മിതമായ അളവിൽ ഉപയോഗിക്കാം. പതുക്കെ അതും ഒഴിവാക്കി പഴങ്ങളിലേക്ക് മാറാം. ബുദ്ധൻ സംഘത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതുപോലെ സമാന ചിന്തഗതിയുള്ള സുഹൃത്തുക്കളോടൊപ്പം ഈ ചലഞ്ച് ഏറ്റെടുക്കുക. ഇനി നമുക്ക് കോശങ്ങളുടെ പുനർജന്മം നോക്കാം, അതായത് ഓട്ടോഫജി. പഞ്ചസാര ഒഴിവാക്കുമ്പോൾ ശരീരം അതിൻ്റെ കേടായ കോശങ്ങളെ സ്വയം വൃത്തിയാക്കാൻ തുടങ്ങുന്നു. ഇതിനെ ശാസ്ത്രം ഓട്ടോഫജി എന്ന് വിളിക്കുന്നു. ബുദ്ധൻ പഠിപ്പിച്ച ശരീരശുദ്ധി എന്ന ആശയത്തിൻ്റെ ആധുനിക രൂപമാണിത്. ജങ്ക് ഫുഡും മധുരവും കഴിച്ച് നമ്മുടെ കോശങ്ങളിലെ അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ്. 20 ദിവസം കഴിയുമ്പോൾ ഈ അഴുക്കുകൾ നീക്കം ചെയ്യപ്പെട്ട് ചർമ്മത്തിന് പുതിയൊരു തിളക്കം ലഭിക്കുന്നു. പ്രായം കുറയുന്നതായി തോന്നുന്നു. ആൻറ്റി ഏജിങ്. കണ്ണുകളിലെ വെളിച്ചം കൂടും. ഉറക്കമില്ല പൂർണ്ണമായി മാറും. നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ ഏറ്റവും അപകടകാരി നാവാണെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര നമ്മളെ കബളിപ്പിക്കുകയാണ്. അത് നാവിലെ മുകുളങ്ങളെ മരവിപ്പിക്കുന്നു. മധുരം നിർത്തിക്കഴിയുമ്പോൾ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങളുടെ, അഥവാ പച്ചക്കറി, നട്ട്സ് യഥാർത്ഥ രുചി നിങ്ങൾ തിരിച്ചറിയും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഭക്ഷണ ചിത്രങ്ങൾ കണ്ട് നമ്മൾ അറിയാതെ പഞ്ചസാരയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതിനെ അതിജീവിക്കാൻ മിതത്വം ശീലിക്കണം. അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള പ്രവണത ഇല്ലാതാകുന്നു. വിശപ്പിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. പഞ്ചസാര കുറയുമ്പോൾ രക്തത്തിലെ വെളുത്ത രക്താണുക്കൾ കൂടുതൽ ശക്തമാകുന്നു. വൈറസുകളെയും ബാക്ടീരിയകളെയും നേരിടാൻ ശരീരം സജ്ജമാകുന്നു. ബുദ്ധൻ പറഞ്ഞ ധ്യാനാവസ്ഥ, അതായത് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, ജീവിതത്തിൽ കൊണ്ടുവരാൻ പഞ്ചസാരയില്ലാത്ത ഭക്ഷണക്രമം സഹായിക്കും. രക്തത്തിലെ ഗ്ലൂക്കോസ് നില ഒരു തിരമാല പോലെ ഉയരുകയും താഴുകയും ചെയ്യാതെ ശാന്തമായ കടൽ പോലെ ഇരിക്കും. ഇത് ദേഷ്യം കുറയ്ക്കാനും ക്ഷമ വർദ്ധിപ്പിക്കാനും സഹായിക്കും. 30 ദിവസത്തെ ഈ യാത്രയുടെ വിജയകരമായ പൂർത്തീകരണമാണ് നേട്ടം. നിങ്ങളിപ്പോൾ വെറും ഒരു ഡയറ്റ് പൂർത്തിയാക്കിയ ആളല്ല, നിങ്ങളുടെ മനസ്സിനെ ജയിച്ച ഒരാളാണ്. ചുറ്റുമുള്ളവർ മധുരപലഹാരങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ അതിനോട് ആർത്തി തോന്നാത്ത അവസ്ഥ വരും. ഇതാണ് യഥാർത്ഥ നിർവ്വാണം, അല്ലെങ്കിൽ ആസക്തികളിൽ നിന്നുള്ള മോചനം. വയറിലെ കൊഴുപ്പ് കുറഞ്ഞ് വസ്ത്രങ്ങൾ അയങ്ങി തുടങ്ങി ശ്വാസോച്ഛ്വാസം സുഗമമായി നിങ്ങൾ കൂടുതൽ ചെറുപ്പമായി കാണപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനും പഞ്ചസാരയും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. രണ്ടും താൽക്കാലിക സന്തോഷം നൽകി നമ്മളെ അടിമകളാക്കുന്നു. ബുദ്ധൻ്റെ ഉപേക്ഷ അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ്, മധുരത്തോട് നോ പറയുമ്പോൾ നിങ്ങൾ വെറും ഒരു ഭക്ഷണത്തെയല്ല ഉപേക്ഷിക്കുന്നത്, മറിച്ച് നിങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാഹ്യശക്തിയാണ്.
സമ്മർദ്ദം കൂടുമ്പോൾ ഐസ്ക്രീം കഴിക്കുന്ന ശീലത്തെ മൈൻഡ്ഫുൾ ബ്രീത്തിങ് കൊണ്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം നമുക്ക്. 1 മാസത്തെ ഈ പരീക്ഷണം കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസുകൾ. ഡിമൻഷ്യ തടയുന്നു. രക്തത്തിലെ പഞ്ചസാര കുറയുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് പകുതിയായി കുറയുന്നു. ഓർമ്മശക്തി വർദ്ധിക്കുന്നു. കിഡ്നിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. അധികമുള്ള പഞ്ചസാര അരിച്ചെടുക്കുന്ന ജോലിയിൽ നിന്ന് കിഡ്നി വലിയ ആശ്വാസം ലഭിക്കുന്നു. പഞ്ചസാര ശരീരത്തിലെ കാൽസ്യം വലിച്ചെടുക്കാൻ നിർത്തുന്ന പോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം കൂടുന്നു. ബുദ്ധൻ തൻ്റെ ഭക്ഷണത്തിൽ പ്രകൃതിദത്തമായ പഴങ്ങൾക്ക് വലിയ സ്ഥാനം നൽകിയിരുന്നു. പഞ്ചസാരയ്ക്ക് പഴം, ഈന്തപ്പഴം, വാഴപ്പഴം, ഉണക്കമുന്തിരി എന്നിവ ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 10 സെക്കൻഡ് കണ്ണടച്ച് ഈ ഭക്ഷണം എനിക്ക് ആരോഗ്യവും ബുദ്ധിയും നൽകട്ടെ എന്ന് ചിന്തിക്കുക. ഓവർ ഈറ്റിംഗ് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. വിവാഹങ്ങളിലോ പാർട്ടികളിലോ പോകുമ്പോൾ മധുരം സ്നേഹപൂർവ്വം നിരസിക്കാനുള്ള മാനസിക കരുത്ത് നേടിയെടുക്കും. പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പേടിയുണ്ട്. എനിക്ക് ക്ഷീണം വരുമോ? എൻ്റെ ജീവിതത്തിൽ സന്തോഷം പോകുമോ? ഇതിനെ ബുദ്ധദർശനമായി നമുക്ക് നോക്കാം. മധുരം കഴിക്കുമ്പോൾ ലഭിക്കുന്ന ആ താൽക്കാലിക സന്തോഷം ഒരു മായയാണെന്ന് തിരിച്ചറിയുക. അത് നിങ്ങളെ തളർത്തുകയാണ് ചെയ്യുന്നത്. കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കുന്നത് നമ്മളെ അടിമകളാക്കാനാണ്, അല്ലെങ്കിൽ അഡിക്ഷനാക്കാനാണ്. ഇതിനെ തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ വിവേകം. 25-ാം ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അനാവശ്യ ചിന്തകളിൽ നിന്ന് മുക്തമാകും. ദേഷ്യം കുറയും, ക്ഷമ കൂടും. ഇത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും ജോലിയിലും പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഒരുമിച്ചുള്ള പോരാട്ടം. ബുദ്ധൻ തൻ്റെ ശിഷ്യർക്കായി സംഘം രൂപീകരിച്ച പോലെ ഈ യാത്രയിൽ നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ ആവശ്യമാണ്. വീട്ടിലെല്ലാവരും മധുരം ഒഴിവാക്കുമ്പോൾ അതൊരു സംസ്കാരമായി മാറുന്നു. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഈ ശീലം നൽകുന്ന അവരുടെ ഭാവി സുരക്ഷിതമാക്കും. ചായയ്ക്ക് പകരം ഹെർബൽ ടീ അല്ലെങ്കിൽ ഗ്രീൻ ടീ. മധുരപലഹാരങ്ങൾക്ക് പകരം കശുവണ്ടി, ബദാം, വാൾനട്ട്. ദാഹിക്കുമ്പോൾ സോഡയ്ക്ക് പകരം ഇളനീർ അല്ലെങ്കിൽ നാരങ്ങാവെള്ളം ഉപ്പിട്ടത്. നിങ്ങളുടെ ശരീരം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സുഖം തോന്നുന്നത്? ഏതാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. നമുക്ക് ഒരു ബുദ്ധ അടുക്കള ഒരുക്കാം. നമ്മുടെ ചുറ്റുപാടുമാണ് നമ്മുടെ ശീലങ്ങളെ തീരുമാനിക്കുന്നത്. പഞ്ചസാര ഉപേക്ഷിക്കാൻ ആദ്യം മാറ്റേണ്ടത് അടുക്കളയാണ്. വീട്ടിലുള്ള ബിസ്ക്കറ്റുകൾ, മിഠായികൾ, ശീതളപാനീയങ്ങൾ, സോസുകൾ എന്നിവ ഒഴിവാക്കുക. ഇവയെ ബുദ്ധൻ പറഞ്ഞ വിഷമായി കാണുക. മധുരത്തിന് പകരം ഉണക്കമുന്തിരി, ഈന്തപ്പഴം, അത്തിപ്പഴം. ദാഹത്തിന് ജീരകവെള്ളം, കരിക്കിൻ വെള്ളം, സംഭാരം. സ്നാക്സിന് വറുത്ത കടല, നിലക്കടല, മുളപ്പിച്ച ധാന്യങ്ങൾ. ആവശ്യമുള്ളത് മാത്രം ശേഖരിക്കുക. അനാവശ്യമുള്ള ഭക്ഷണങ്ങൾ വാങ്ങി വീട്ടിൽ വെക്കാതിരിക്കുന്നാൽ പാതി വിജയിച്ചു. ഭക്ഷണം കാണുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെടുമ്പോൾ ഉപയോഗിക്കേണ്ട ചില മനഃശാസ്ത്രമായ വിദ്യകളുണ്ട്. മധുരം കഴിക്കാൻ തോന്നുമ്പോൾ 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. ആ ആഗ്രഹം ഒരു തിരമാല പോലെ വന്നെന്ന് ബുദ്ധൻ പഠിപ്പിച്ചിട്ടുണ്ട്. 3 തവണ ദീർഘമായി ശ്വസിക്കുക. ഇത് തലച്ചോറിലെ സ്ട്രെസ് കുറയ്ക്കാനും തെറ്റായ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യും. സ്വയം സ്നേഹിക്കുക. എൻ്റെ ശരീരം ഒരു ക്ഷേത്രമാണ്, അവിടെ ഞാൻ അഴുക്കുകളൊന്നും ഉപയോഗിക്കില്ലെന്ന് വിചാരിക്കുക. മധുരമില്ലാത്ത ജീവിതം ഒരു മഹാ ഉണർവാണ്. സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ വിവരണം സഞ്ചരിച്ചത് വെറും ഒരു ഭക്ഷണക്രമത്തിലൂടെയല്ല, മറിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തിരിച്ചറിയാനുള്ള ഒരു തീർത്ഥാടനത്തിലൂടെയാണ്. ബുദ്ധൻ പഠിപ്പിച്ച ഒരു വലിയ സത്യമുണ്ട്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടൊരു നിധിയാണ്. അതിനെ പരിപാലിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നമ്മുടെ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ രുചിയുള്ള ഭക്ഷണങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിൽ നമ്മൾ ആ നിധിയെ വിഷം കൊടുത്ത് നശിപ്പിക്കുകയായിരുന്നു. പഞ്ചസാര എന്ന ആ വലിയ കെണിയിൽ നിന്ന് ഇന്ന് നിങ്ങൾ മോചിതരായിരിക്കുന്നു. ഈ 30 ദിവസം കൊണ്ട് നിങ്ങൾ നേടിയ മാറ്റങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. അടിമത്തത്തിൽ നിന്നുള്ള മോചനം നാവിലെ രുചിയേക്കാൾ വലുതാണ്. ശരീരത്തിൽ ആരോഗ്യമെന്ന വിവേകം നിങ്ങൾ മനസ്സിലാക്കുക. വീക്കവും തളർച്ചയും മാറി കോശങ്ങൾ പുനർജനിച്ച ഊർജ്ജസ്വലനായ ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ മാറി. ആകുലതകളും ദേഷ്യവും മാറി ശാന്തവും വ്യക്തമായ ചിന്തകൾ നിങ്ങളിലേക്ക് മടങ്ങിയെത്തി. ഇന്നത്തെ ഈ ലോകത്ത് പ്രമേഹവും ഹൃദ്രോഗവും സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മധുരം ഉപേക്ഷിക്കുക എന്നത് ഒരു ഡയറ്റ് മാത്രമല്ല, അതൊരു പ്രതിരോധമാണ്. നിങ്ങളുടെ കുടുംബത്തിനും വരും തലമുറയ്ക്കും വേണ്ടി നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങളുടെ ആരോഗ്യം. നിങ്ങളോട് അവസാനമായി പറയാനുള്ളത്, ഈ ഒരു വിവരണം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ പഞ്ചസാരയല്ല, പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങുക. ബുദ്ധൻ പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വെളിച്ചമാകുക. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ വെളിച്ചം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ഈ 30 ദിവസത്തെ പരീക്ഷണം വിജയിച്ച എല്ലാവർക്കും, വിജയിക്കാൻ പോകുന്നവർക്കും എൻ്റെ എല്ലാവിധമായ ആശംസകളും
ലോകത്തിന് മാതൃക. ആരോഗ്യം ഏറ്റവും വലിയ ലാഭമാണ്. സംതൃപ്തി ഏറ്റവും വലിയ സമ്പത്തുമാണ്. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്കൊരുമിച്ച് ഒരു ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കാം. ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മധുരമില്ലാത്ത ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് തിരിച്ചറിയേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ആസക്തി തിരിച്ചറിയുക. മധുരം കഴിക്കാൻ തോന്നുമ്പോൾ അത് ശരീരത്തിൻ്റെ വിശപ്പല്ല, മറിച്ച് മനസ്സിൻ്റെ ഒരു ശീലമാണെന്ന് മനസ്സിലാക്കുക. ആ തോന്നൽ വരുമ്പോൾ 10 തവണ ദീർഘമായി ശ്വാസമെടുക്കുക. ആ നിമിഷം കടന്നുപോകും. അതുപോലെ ലേബലുകൾ വായിക്കാൻ ശീലിക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഭക്ഷണങ്ങൾ ഷുഗർ എന്ന് നേരിട്ട് എഴുതിയിട്ടുണ്ടാവില്ല, മറിച്ച് ഡെക്സ്ട്രോസ്, ഫ്രക്ടോസ്, ഹൈ ഫ്രക്ടോസ്, കോൺ സിറപ്പ്, മാൾട്ടോഡക്സിൻ എന്ന പല പേരുകളിൽ അത് ഒളിഞ്ഞിരിക്കും. ബുദ്ധൻ പറഞ്ഞ വിവേകം ഇവിടെയാണ് പ്രയോഗിക്കേണ്ടത്. പകരം വയ്ക്കാൻ പറ്റാത്ത പ്രകൃതിയെ തേടുക, അതായത് നാച്ചുറൽ സ്വീറ്റ്സ്. മധുരം പൂർണ്ണമായി നിർത്തുക എന്നതിനർത്ഥം ജീവിതത്തിലെ സന്തോഷം കളയുക എന്നല്ല. പ്രകൃതി നൽകുന്ന ഈന്തപ്പഴം, ഉണക്കമുന്തിരി, നല്ല പഴുത്ത പഴങ്ങൾ എന്നിവ പരിമിതമായ അളവിൽ ഉപയോഗിക്കുക. കൃത്രിമമായതിനെ വിട്ട് സ്വാഭാവികയിലേക്ക് മടങ്ങുക. വീടിനെ ഒരു ക്ഷേത്രമാക്കുക. ക്ലീൻ യുവർ എൻവിറോൺമെൻറ്റ്. നിങ്ങളുടെ കൺമുന്നിൽ മധുരമിരുന്നാൽ നിങ്ങളത് കഴിക്കും. അതിനാൽ വീട്ടിൽ മിഠായി, ബിസ്ക്കറ്റുകളും സ്റ്റോക്ക് ചെയ്യുന്നത് നിർത്തുക. അടുക്കളയിൽ നിന്ന് പഞ്ചസാര ഒഴിവാക്കുന്നത് നിങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹപ്രകടനമാണ്. സാമൂഹ്യ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക. വിവാഹങ്ങളിലോ പാർട്ടികളിലോ ഒരാൾ സ്നേഹത്തോടെ മധുരം നീട്ടുമ്പോൾ വേണ്ട എന്ന് പറയാൻ മടിക്കരുത്. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് മറ്റുള്ളവരെ അപമാനിക്കലല്ല, മറിച്ച് നിങ്ങളെ തന്നെ ബഹുമാനിക്കലാണ്. മാറ്റം അത് സാവധാനം മതി. ഒറ്റയടിക്ക് നിർത്താൻ ബുദ്ധിമുട്ടുള്ളവർ ചായയിലെ പഞ്ചസാര പകുതിയാക്കി തുടങ്ങുക. ബുദ്ധൻ്റെ മാധ്യമമാർഗം പോലെ കഠിനമായ പീഡനങ്ങളില്ലാതെ ശരീരത്തെ ഈ മാറ്റത്തിന് തയ്യാറെടുപ്പിക്കുക. വെള്ളം നിങ്ങളുടെ മിത്രമാണ്. പലപ്പോഴും മധുരം കഴിക്കാനുള്ള ആഗ്രഹം വരുന്നത് ദാഹം കാരണമാണ്. ദിവസം 3-4 ലിറ്റർ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. ശരിയായ ഉറക്കം ലഭിക്കാത്തപ്പോഴാണ് ശരീരം പെട്ടെന്ന് ഊർജം കിട്ടാൻ മധുരത്തെ തേടുന്നത്. 7-8 മണിക്കൂർ ഉറക്കം ശീലമാക്കുക. സ്ട്രെസ് വരുമ്പോൾ മധുരം കഴിച്ച് ആശ്വസിക്കുന്ന ശീലം മാറ്റുക. ഒരു കൂട്ടുകാരനെ കണ്ടെത്തുക. ഈ യാത്ര ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം പങ്കാളിയോടൊപ്പമോ സുഹൃത്തിനോടൊപ്പം ചെയ്യുന്നതാണ്. പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതാണ് തോൽവി ഒഴിവാക്കാൻ സഹായിക്കും. വീണാൽ എഴുന്നേൽക്കുക. ഡോണ്ട് ഗിവ് അപ്പ്. എപ്പോഴെങ്കിലും അബദ്ധത്തിൽ മധുരം കഴിച്ചു പോയാൽ ഇനിയിപ്പം എല്ലാം പോയി എന്ന് കരുതി ഉപേക്ഷിക്കരുത്. അടുത്ത നിമിഷം മുതൽ വീണ്ടും പുതിയൊരാളായി യാത്ര തുടരുക. നിങ്ങളുടെ നാവിനെ ജയിച്ചാൽ നിങ്ങൾ ലോകത്തെ ജയിച്ചു എന്നാണ് അർത്ഥം. പഞ്ചസാര ഉപേക്ഷിക്കുന്നൊരു തപസ്സല്ല, മറിച്ച് നിങ്ങളോടുള്ള ഏറ്റവും വലിയ കാരുണ്യമാണ്. ഈ ഒരു വിവരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.